കോവളം എൻ്റെ കംഫർട്ട് പ്ലേസ് ആണ് കേട്ടോ. എൻ്റെ ലൈഫിൽ ഏറ്റവും ചീത്ത മെമ്മറീസും നല്ല മെമ്മറീസിൻ്റെ ഒക്കെ എക്സ്ട്രീം നടന്നിട്ടുള്ളൊരു സ്ഥലം കൂടിയാണത്. പക്ഷേ അവിടെ പോകുമ്പോഴത്തേനും ഞാനങ്ങനെ വലുതായിട്ട് ഫുഡൊന്നും എക്സ്പ്ലോർ ചെയ്യത്തില്ല. പ്രത്യേകിച്ച് അവിടെ നല്ല കഫേസും റെസ്റ്റോറൻറ്റൊക്കെ ഒത്തിരി ഉണ്ടെങ്കിൽ ഞാൻ അവിടെ 1 hour or 2 hours ഒക്കെ സ്പെൻഡ് ചെയ്യാറുള്ളൂ കേട്ടോ. പെട്ടെന്ന് തിരിച്ച് വരാറാണ് പതിവ്. പക്ഷേ ഒരു പ്രാവശ്യം പോയപ്പോഴത്തേനും നല്ലോണം വിശന്നു. അന്നേരം ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചേ ഒരു കഫേ കയറിയപ്പോഴത്തേനും ഒരു കോംപ്ലിമെൻ്ററി ആയിട്ട് ഗാർലിക് ബ്രെഡാണ് ഫസ്റ്റ് തന്നെ കൊണ്ടുവച്ചത്. എനിക്കാണെങ്കിൽ ഗാർലിക് ബ്രെഡ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ പാസ്ത ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ചിക്കൻ പാസ്തയായിരുന്നു. പിന്നെ ഇത് ഫിഷ് പൊള്ളിച്ചത്, അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കോയിൻ പൊറോട്ട. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഞങ്ങൾ ആദ്യം ഓർഡർ ചെയ്തത്. പാസ്ത നല്ല രസമുണ്ടായിരുന്നു. ഞാനിപ്പോൾ വന്ന് പാസ്തയുടെ ഫാൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നല്ല ക്വാണ്ടിറ്റിയിൽ അവർ ചീസൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല ക്രീമി കൺസിസ്റ്റൻസി ആയിരുന്നു. ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് ബേസിൽ ലീവ്സ് വെച്ചിട്ടാണ് കേട്ടോ. ഇവർ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നത് കാരണം നല്ല ഫ്ലേവർ ആയിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. പിന്നെ മീൻ പൊള്ളിച്ചതിൻ്റെ ആ വാഴയില തുറന്നപ്പോൾ തന്നെ നല്ല മണമാണ് കേട്ടോ. ഞങ്ങൾ നെമ്മീനില്ലേ അതിൻ്റെ പൊള്ളിച്ചതാണ് മേടിച്ചത്. നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ ഗ്രേവിയൊക്കെ കേട്ടോ നല്ല സ്പൈസിയാണ്. പക്ഷെ എന്നാൽ പോലും നമ്മൾ ആ സ്പൈസിനെസ് മൈൻഡ് ചെയ്യത്തില്ല. ആ കോയിൻ പൊറോട്ടയായിട്ട് വെച്ച് കഴിക്കാൻ ഭയങ്കര രസമാണ്. കോയിൻ പൊറോട്ട നമ്മുടെ 2 വായ്ക്കേ ഉള്ളൂ, എന്നാലും നല്ല പൊറോട്ടയൊക്കെ ആയിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ആ ഫിഷിൻ്റെ ആ ഗ്രേവിയാണ് ഏറ്റവും ടേസ്റ്റ് കൂടുതൽ. ഈവൻ ദോ അവർ പെട്ടെന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ആ ഫിഷിനകത്ത് നല്ലോണം ഗ്രേവി പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കോയിൻ പൊറോട്ട നമ്മൾ എത്ര മേടിച്ചിട്ടും കഴിച്ചിട്ടും ഒന്നും അങ്ങോട്ട് വയറ് നിറയാത്ത കാരണം ഞങ്ങൾ ചപ്പാത്തി കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെയും ഈ ഒരു ഫിഷ് പൊള്ളിച്ചത് ഭയങ്കര നല്ല കോമ്പിനേഷനായിരുന്നു. ഇതാണ് ഇതിൻ്റെ പ്രൈസ്. ചപ്പാത്തിക്ക് 30, പിന്നെ ക്രീമി ചിക്കൻ പാസ്തയ്ക്ക് 500 അങ്ങനെയൊക്കെ ആയിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു കഫേയാണ് ഇത്. ബീറ്റിൽസ് കഫേ എന്ന് പറഞ്ഞിട്ട് കോവളത്തുള്ളതാണ്. നിങ്ങൾ പോവുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്ക്. ഇവിടുത്തെ ഒരു വൈബ് എന്ന് പറയുന്ന ഒരു മിസ്റ്റീരിയസ് വൈബ് എന്നൊക്കെ പറയും. ഇവിടുത്തെ ഓരോ ഇങ്ങനെ ഡെക്കറേറ്റിംഗ് സാധനങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര വിയേർഡായിട്ടൊക്കെ തോന്നി. പക്ഷേ രസമുണ്ട് കേട്ടോ. നമ്മൾ നോർമൽ വേറെ കഫേ പോകുന്നതിനേക്കാളും വേറൊരു വൈബ്, എന്ത് പറയാൻ, ഒരു ക്രീപ്പി വൈബ് എന്നൊക്കെ പറയാം. രസമല്ലേ കാണാനൊക്കെ ആയിട്ട്. പ്രത്യേകിച്ച് നമുക്ക് ആ ബീച്ചൊക്കെ കണ്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ കേട്ടോ. മുകളിലാണ് ഞങ്ങൾ ഇരുന്നത്. അവിടെ ഇരിക്കുമ്പോഴത്തേനും നമുക്ക് ആ ബീച്ച് വ്യൂ ഒക്കെ ഭയങ്കര നല്ല രസമായിട്ട് കാണാൻ പറ്റുന്നൊക്കെ ഉണ്ട്. നല്ല രസമല്ലേ ഇതിൻ്റെ ഒരു തീമൊക്കെ അവർ നല്ലോണം ഡെക്കറേറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ബീറ്റിൽസ് കഫേ ഗ്രിൽ ഹൗസ് എന്നൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ പേര്. അപ്പോൾ പോകുന്ന ആൾക്കാർ എന്തായാലും ചെക്കൗട്ട് ചെയ്യട്ടോ.